പാവ് ഭാജി മസാല കഴിക്കാറില്ലേ? നമുക്കതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പരന്ന ഒരു പാത്രത്തിലേക്ക് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. നമ്മുടെ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഒരു മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ നന്നായിട്ട് എല്ലാം ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഇനി അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാം, വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും, വെളിച്ചെണ്ണ വേണ്ട. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഒരു 2 വലിയ സവാള കൊത്തി അരിഞ്ഞത്, ഒരു 4-5 വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം വലിപ്പമുള്ള ഇഞ്ചി, അത് എല്ലാം 3 കൂടി കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടറിൽ കിടന്നിട്ട് ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരണം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ഞാൻ കുനുകുനാന്ന് അരിഞ്ഞ് അതും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. കോളിഫ്ലവറോ ബ്രോക്കോളിയോ എന്തും കുട്ടികൾക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിനകത്തേക്ക് ചേർക്കാം. ഇത്രയും വെജിറ്റബിൾസ് ആ ബട്ടറിൽ തന്നെ കിടന്നിട്ടാണ് കേട്ടോ ഈ വഴണ്ട് വരുന്നത്. അപ്പം എല്ലാം ഒന്ന് ഉടഞ്ഞ് വരുന്ന പാകത്തിനാക്കിയെടുക്കണം. നമ്മൾ ഇത്രയും മല്ലിയില ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്നൊരു ഇച്ചിരി ആ ഒരു ക്യാപ്സിക്കം സവാള മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കസൂരി മേത്തിയാണ്. ഒരു നുള്ള് കസൂരി മേത്തി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വഴറ്റുന്ന വെജിറ്റബിൾസിനെല്ലാം ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ആ ബട്ടറിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്തു. പിന്നെ ഞാൻ ഈസ്റ്റേണിൻ്റെ പാവ് ഭാജി മസാലയാണ് ഇവിടെ ചേർക്കുന്നത്. അതൊരു 2.5 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഈ നമ്മുടെ ടീസ്പൂണിൽ ഒരു വലിയ ടീസ്പൂൺ നിറച്ചും ടൊമാറ്റോ പേസ്റ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്യാം. ഇനി ആ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വരണം. അതാണ് പാകം. അപ്പോൾ നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ വെന്ത് വരും. നമുക്ക് അതും കൂടി ഒന്ന് ഉടച്ചെടുക്കാം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേർക്കാം കേട്ടോ. അത് നുള്ളിപ്പറക്കി മാറ്റാനൊന്നും ഉണ്ടാവത്തില്ല. ഇനി അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഈ പാവിൻ്റെ കൂടെ അല്ലെങ്കിൽ ബണ്ണിൻ്റെ കൂടെ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. ചപ്പാത്തിക്കോ ദോശയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതിന് ഇളക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇങ്ങനെ പാനൊന്ന് പിടിക്കണം. അതിന് ഈ ഒരു പിടിയുണ്ട്. എല്ലാത്തിനും നമുക്ക് സ്യൂട്ടായി ആവുന്ന ഒരു പിടിയാണേ. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ബട്ടർ ഞാൻ ചേർത്തിട്ടുണ്ട്. ബട്ടറാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇനി ഒന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഓർക്കണം, ചൂടുവെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. ഒരു കറിയും വെന്ത് പാകമായതിന് ശേഷം പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർക്കാവുള്ളൂ. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഹാൻഡിൽ മാറ്റിയിട്ട് ഇത് അടച്ച് വെച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കും. അപ്പോൾ ആ കസൂരി മേത്തിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ആ എടുത്ത മല്ലിയിലയുടെ ബാക്കി അങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ആ കസൂരി മേത്തിയും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഞെരടിയെടുക്കുക. എന്നിട്ട് അതും കൂടി നമുക്ക് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങയുടെ പുളിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു നാരങ്ങ മുഴുവൻ ഇട്ടാൽ കൂടിപ്പോവും. ഞാനൊരു അരമുറി നാരങ്ങയുടെ നീര് ഞാനതിലേക്ക് ചേർത്തിട്ടുണ്ട്. കഴിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്യും കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് ഓർക്കണം. അതുകൊണ്ടും ഒത്തിരി അങ്ങ് ഒരു അരമുറി നാരങ്ങയുടെ മുഴുവൻ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കണമെന്നില്ല. നിങ്ങളുടെ പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ വന്നിരുന്നോട്ടെ. ഞാനവിടെ കറി മാറ്റി ഞാൻ എന്നിട്ട് നമ്മുടെ ഒരു ദോശക്കല്ല് വെച്ചു. അതിലേക്ക് ഈ പാവ്, ഈ ബണ്ണില്ലേ, അത് 2ആയിട്ട് മുറിച്ച് 2 സൈഡിലും അതിൻ്റെ ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് ടോസ്റ്റ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാക്കാത്ത ഒരു മസാലയാണ്. പക്ഷേ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ കുറച്ച് ബട്ടർ ഒന്ന് ഇങ്ങനെ തേച്ചിട്ട് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് എടുക്കാം. സാധാരണ നമുക്ക് ഈ പാവ് ഭാജിയൊക്കെ ഈ ഗ്ലാസ് പ്ലേറ്റിലൊക്കെ കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവില്ല. നമ്മൾ ആ മൊരിഞ്ഞ പാവ് പ്ലേറ്റിലേക്ക് വെച്ചു. പിന്നെ നമ്മുടെ ഭാജിയും അതിലേക്ക് പ്ലേറ്റിലേക്ക് ഒഴിച്ചു. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയാലും ഇതിൻ്റെ കൂടെ കുറച്ച് ഇതുപോലെ മുറിച്ച സവാളയും ഒരു മുറി നാരങ്ങ നീര്